വെൽക്കം ടു തുമ്പെ ക്രിയേഷൻസ്. അങ്ങനെ രാജ്യത്തുടനീളം മഹാരാജാവിൻ്റെ മകളുടെ വിവാഹത്തെപ്പറ്റിയായിരുന്നു ചർച്ച. പക്ഷേ വരനാകാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം ഇതൊന്നും അറിയുന്നുമുണ്ടായിരുന്നില്ല. അങ്ങനെ രാജ്യത്തെ പ്രധാനമന്ത്രി അടക്കം ചില ഉന്നത മന്ത്രിമാരും പൗരന്മാരും ഹക്കീം സാഹിബിൻ്റെ അടുത്ത് വിവാഹാലോചനയുമായി എത്തി. തൻ്റെ വീട്ടിലേക്കെത്തിയ പ്രമുഖരെ കണ്ട് അദ്ദേഹം ബഹുമാനത്തോടു കൂടി എല്ലാവരെയും സ്വീകരിച്ചിരുത്തി ആഗമനോദ്ദേശം തിരക്കി. ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് വന്നത്. മഹാരാജാവാണ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞങ്ങളുടെ കണ്ണിലുണ്ണിയായ സുഹറ രാജകുമാരിയെ അങ്ങയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ മഹാരാജാവ് ഉദ്ദേശിക്കുന്നു. ഞങ്ങൾക്കെല്ലാം അത് വളരെ സന്തോഷമുള്ള കാര്യവുമാണ്. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി വന്നതാണ്. അവരുടെ വാക്കുകൾ ഒരിടിത്തി പോലെയാണ് ഹക്കീം സാഹിബിൻ്റെ ഹൃദയത്തിൽ കൊണ്ടത്. ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പടച്ചോനെ, ഇനി എന്തു ചെയ്യും? രഹസ്യങ്ങളുടെ കലവറയായ തൻ്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിന് അർഹമല്ല. മാത്രവുമല്ല, ഞാൻ സർവ്വം ത്യജിച്ച് ത്യാഗിയായി ജീവിക്കുന്ന ഒരാളാണ്. എനിക്കൊരു വിവാഹം ആവശ്യമില്ല. നമ്മുടെ കുമാരിക്ക് അനുയോജ്യരായ എത്രയോ വരന്മാരെ നിങ്ങൾക്ക് കിട്ടും. തൽക്കാലം എന്നെ അതിൽ നിന്നും ഒന്ന് ഒഴിവാക്കി തരൂ. ഇത്രയും വലിയൊരു ഭാഗ്യം ആർക്ക് കിട്ടിയാലും മറുത്തൊന്നും ചിന്തിക്കാതെ ഒറ്റ വാക്കിൽ ഉത്തരം പറയുമായിരുന്നു. അടുത്ത കിരീടാവകാശിയാണ് കുമാരി. അത് പറഞ്ഞാൽ പറ്റില്ല, വിവാഹം നടന്നേ തീരൂ, അത് രാജകൽപ്പനയാണ്. മറുത്തൊന്നും പറയാൻ പറ്റാതെ അദ്ദേഹം ഒടുവിൽ വിവാഹത്തിന് സമ്മതിച്ചു. ഇനി വരുന്നിടത്ത് വരട്ടെ എന്നു കരുതി എല്ലാം റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ആ വിവാഹാലോചനാ സംഘം രാജസന്നിധിയിലേക്ക് തിരിച്ചുപോയി. അങ്ങനെയാണ് ഈ വിവാഹം നടക്കുന്നത്. ഇന്നാണ് ആദ്യ രാത്രി. കൊട്ടാരത്തിലെ കമനീയമായി അലങ്കരിച്ച മണിയറ വധൂവരന്മാർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒപ്പനപ്പാട്ടിൻ്റെ ഈരടികളിലൂടെ തോഴിമാർ മണിയറയിലേക്ക് ആനയിച്ചു. മണവാട്ടി കുമാരി 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. തങ്ങളുടെ പ്രിയ രാജകുമാരിയുടെ വിവാഹത്തിൻ്റെ സന്തോഷത്തിൽ പ്രജകളെല്ലാം മതിമറന്ന് ഉല്ലസിച്ചു. ആടിയും പാടിയും കളിച്ചും ചിരിച്ചുമെല്ലാം അവർ സന്തോഷം പങ്കിട്ടു. തൻ്റെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ സന്തോഷത്തിൽ ഒരു സ്വർണ്ണപാത്രം നിറയെ പാലുമായി കുമാരി നാണത്തോടെ മണിയറയിലേക്ക് പ്രവേശിച്ചു. അവിടെ കണ്ട കാഴ്ച കുമാരിയെ ഞെട്ടിച്ചു. തൻ്റെ പ്രിയതമൻ നിസ്കാരത്തിലാണ്. അദ്ദേഹം തിരക്കിട്ട് നിസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു. കുമാരി പാൽപാത്രവുമായി കുറേ നേരം നോക്കി നിന്നു. പക്ഷേ നിസ്കാരത്തിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. കുമാരി കുറേ നേരം കാത്തിരുന്ന് കുമാരി ഉറങ്ങിപ്പോയി. കുമാരി ഉറങ്ങിയതിന് ശേഷം അദ്ദേഹവും ഉറങ്ങി. പിറ്റേന്നും ഇതുതന്നെ ആവർത്തിച്ചു. ഇതെന്ത് കഷ്ടം! കുമാരിയുടെ ഹൃദയത്തിൽ അമർഷം നുരഞ്ഞു പൊങ്ങി. പല സംശയങ്ങളും അവൾക്കുണ്ടായി. താൻ ഈ റൂമിലുണ്ടെന്ന് പോലും അദ്ദേഹം അറിയുന്നില്ല. ഇതെന്തൊരത്ഭുതം റബ്ബേ, എന്തൊരു പരീക്ഷണം! കുമാരിയുടെ സന്തോഷം കണ്ട് സന്തോഷിക്കാൻ നോക്കിയിരുന്നവരെല്ലാം നിരാശരായി. കുമാരിക്ക് യാതൊരു സന്തോഷവും മുഖത്ത് കാണുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. എന്നിട്ടും കുമാരിയുടെ മുഖത്തൊരു തെളിച്ചമില്ല. എപ്പോഴും ഒരു ദുഃഖം. കല്യാണം കഴിഞ്ഞതിൻ്റെ യാതൊരു സന്തോഷവും അവളുടെ കണ്ണുകളിലോ മുഖത്തോ കാണാനില്ലായിരുന്നു. ഓരോ രാവും അവൾക്ക് കാളരാത്രിയായിരുന്നു. തൻ്റെ പ്രിയതമന് നിസ്കാരം തന്നെ നിസ്കാരം, നിലക്കാത്ത നിസ്കാരം, പിന്നെ ദിക്റുകളും. മകളുടെ മുഖത്തെ ദുഃഖം കണ്ടിട്ട് ഒടുവിൽ കെട്ടി രാജ്ഞി തന്നെ ചോദിച്ചു, എന്താണ് മോളെ നിൻ്റെ മുഖത്ത് ദുഃഖം? അപ്പോൾ മകൾ അറിയാതെ കരഞ്ഞുപോയി. ഉമ്മ ഞെട്ടിപ്പോയി. ഉമ്മ, അദ്ദേഹത്തിന് രാത്രി മുഴുവൻ ഇബാദത്താണ്, നിസ്കാരം തന്നെ നിസ്കാരം. ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും ഉമ്മ മകളെ സമാധാനിപ്പിച്ച് വീണ്ടും പറഞ്ഞയച്ചു, മോളെ എല്ലാം ശരിയാവും. ഇന്നും ഭർത്താവ് നിസ്കരിക്കാൻ നിൽക്കുന്നതിൻ്റെ മുന്നേ അവൾ ചെന്ന് ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു. അവളുടെ ഈ പ്രവൃത്തിയിൽ അദ്ദേഹം ആകെ വാപൊളിച്ച് അന്താളിച്ചു പോയി. പെട്ടെന്ന് അദ്ദേഹം കുമാരിയുടെ കൈകൾ വിടുവിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ കുമാരി ഇത്? നിന്റെ വിവേകം നഷ്ടപ്പെട്ടോ? ഭർത്താവിൻ്റെ ചോദ്യം കേട്ട് കുമാരി സുഹറ പൊട്ടിക്കരഞ്ഞുപോയി. അങ്ങെന്താണ് എന്നോടിങ്ങനെ പെരുമാറുന്നത്? അങ്ങക്കെന്നെ ഇഷ്ടമില്ലേ? ഇല്ല, എനിക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല.
എന്തൊരു പരീക്ഷണമാണ് റബ്ബേ, ഞാൻ ഇനി എല്ലാം ഇവളോട് പറയാൻ പോവുകയാണ്. ഹക്കീം സാഹിബ് നിമിഷങ്ങളോളം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയി. എന്തോ പറയാൻ വേണ്ടി നാവ് തരിച്ചു. കുമാരി, എന്നോട് ക്ഷമിക്കണം. ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കൂ. ഞാൻ പറയുന്നത് ക്ഷമയോടുകൂടി കേൾക്കണം. അത് സഹിക്കാനുള്ള കഴിവും നിനക്കുണ്ടാവണം കുമാരി. മാപ്പ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കയ്പേറിയ കുറേ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് കുമാരി. നേരം വെളുക്കുപോലും പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ തുടങ്ങാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. അഫ്സൂസ് എന്ന രാജ്യത്തെ രാജാവായിരുന്നു അബ്ദുള്ള രാജാവ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ആസുറ ബീവി. ആസുറയുടെ പ്രായം 20 വയസ്സിൽ കുറവായിരുന്നു. ആ കാലഘട്ടത്തിൽ ആസുറ ബീവിയുടെ സൗന്ദര്യത്തെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല. അവരുടെ പകുതി പോലും എത്താൻ ആരുമുണ്ടായിരുന്നില്ല. മാത്രമല്ല, ആസുറ ബീവി തനിക്ക് വിവാഹബന്ധം ഹലാലായ ഒരു അന്യപുരുഷനുമായിട്ടും ഇതുവരെ കണ്ടിട്ടുപോലുമില്ല. ഒരു ബന്ധവുമില്ലാത്ത ആളായിരുന്നു. അത്രയും ഭയഭക്തിയിൽ അള്ളാഹുവിനോട് അടുത്ത് ജീവിക്കുന്ന ഒരു മഹതിയായിരുന്നു ആസുറ ബീവി. അബ്ദുള്ള രാജാവിന് തൻ്റെ പ്രീതമേ ജീവൻ്റെ ജീവനായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ ദാമ്പത്യം നല്ല സന്തോഷപൂർണ്ണമുള്ള ഒന്നായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അബ്ദുള്ള രാജാവ് തൻ്റെ പ്രീതമയോട് പറഞ്ഞു, ബീവി, ഞാൻ ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അസൂറാക്കും ഹജ്ജിന് പോകാൻ വളരെ ആഗ്രഹമാണെന്ന് അറിഞ്ഞ രാജാവ് പറഞ്ഞു, അടുത്ത വർഷം ഞാൻ നിന്നെ കൊണ്ടുപോവാം. ഈ വർഷം ഞാൻ തനിച്ച് പോയിട്ട് വരാം. അങ്ങനെ രാജാവ് മന്ത്രിമാരെയും മറ്റും വിളിച്ചുകൂട്ടി പറഞ്ഞു, ഞാൻ ഈ വർഷത്തെ ഹജ്ജിന് പോകാൻ പുറപ്പെടുകയാണ്. തിരിച്ചു വരാൻ കുറേ കാലതാമസമെടുക്കും. അന്നുള്ള പോലെയല്ലല്ലോ ഇന്ന് പെട്ടെന്ന് പോയി വരാൻ സൗകര്യമുണ്ട്. അന്ന് പോയാൽ 3-4 മാസമെങ്കിലും എടുക്കും. ഞാൻ തിരിച്ചു വരുന്നത് വരെ എൻ്റെ രാജ്യവും ഭരണവും എല്ലാം എൻ്റെ അനിയൻ അബ്ദുറഹ്മാനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഞാൻ വരുന്നത് വരെ അവനെ നിങ്ങൾ രാജാവായി അംഗീകരിക്കണം. അങ്ങനെ അബ്ദുള്ള രാജാവ് ഹജ്ജിന് പുറപ്പെട്ടു. ആസുറ ബീവി വീടിനുള്ളിൽ ഭയഭക്തിയോടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചു പോന്നു. ഇടയ്ക്കിടയ്ക്ക് അബ്ദുറഹ്മാൻ അബ്ദുള്ള രാജാവിൻ്റെ വീട്ടിലേക്ക് പോവാറുണ്ട്. പക്ഷേ ആസുറ ബീവി ഇതുവരെ അദ്ദേഹത്തിന് മുഖം കൊടുത്തിട്ടില്ല. കാരണം മറക്കപ്പുറത്ത് നിന്ന് മാത്രമാണ് സുഖവിവരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസം അബ്ദുറഹ്മാൻ വന്നപ്പോൾ ആസുറ ബീവി പുറത്തു നിന്നും വുളു എടുക്കുകയായിരുന്നു, അംഗസ്നാനം നടത്തുകയായിരുന്നു. അപ്പോഴാണ് തൻ്റെ ജ്യേഷ്ഠൻ്റെ പത്നിയെ അദ്ദേഹം കാണുന്നത്. കണ്ടപ്പോൾ തന്നെ അദ്ദേഹം വാ പൊളിച്ചിരുന്നു പോയി. ഈ വിവരമൊന്നും ആസുറ ബീവി അറിഞ്ഞിരുന്നില്ല. ആസുറ ബീവിയെ കണ്ട ശേഷം മൂപ്പർക്ക് ഇല്ലാതായി. അങ്ങനെ ഓരോ ദിവസവും ആസുറ ബീവി അറിയാതെ രഹസ്യമായി വുളു എടുക്കുന്ന സമയം നോക്കി അദ്ദേഹം ആസ്വദിക്കാൻ തുടങ്ങി. തൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് അതെന്ന് പോലും അദ്ദേഹം മറന്നു. താൻ ഉമ്മയെപ്പോലെ കാണണ്ട, അവരെ ഒരു തെറ്റായ ചിന്തയോടുകൂടി നോക്കുന്നത് തെറ്റാണെന്ന് വരെ അദ്ദേഹം മറന്നുപോയി. സദാസമയം ആസുറ ബീവിയെക്കുറിച്ച് തന്നെയായി ചിന്ത. എന്തൊരു ഭംഗിയാണിവർക്ക്, വർണ്ണിക്കാൻ വാക്കുകളില്ല. ഒരു ദിവസം ആസുറ ബീവിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. അബ്ദുറഹ്മാൻ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം അവർ മനസ്സിലാക്കി. അവർക്ക് വളരെ ദുഃഖം തോന്നി. അതിനുശേഷം അവർ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. ഉള്ളിൽ നിന്ന് തന്നെ വുളു എടുക്കാൻ തുടങ്ങി. അബ്ദുറഹ്മാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കും. പക്ഷേ ബീവിയെ എവിടെയും കാണാനില്ല. അവസാനം അയാൾക്ക് സഹി കെട്ടു. അയാൾക്കൊരു വിഷാദ രോഗം പോലെയായി. ക്ഷമ കെട്ട അദ്ദേഹം ഒരു ദിവസം ആസുറ ബീവിയുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, ആസുറ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇത് കേട്ട് ദൈവത്തിൽ മാത്രം അഭയം കാണുന്ന ആസുറ ബീവി ഞെട്ടിപ്പോയി. എടാ ദുഷ്ടാ, നിനക്ക് നാണമില്ലേ? നിന്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ ഞാൻ? തീർച്ചയായും നിന്റെ ജ്യേഷ്ഠൻ വരുമ്പോൾ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കും, ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കും. ഇത് കേട്ട് അബ്ദുറഹ്മാന് ദേഷ്യം വന്നു. അയാൾ ദേഷ്യത്തോടെ തിരിച്ചുപോയി. അബ്ദുറഹ്മാൻ ആകെ വെപ്രാളത്തിലായി. ഇക്കാക്ക വന്നാൽ ഭാര്യ എല്ലാം പറഞ്ഞു കൊടുക്കും. ഇനി എൻ്റെ കാര്യം പോക്കാ. ഇനി എന്താണൊരു വഴി? അയാൾ തലങ്ങും വിലങ്ങും ആലോചിക്കാൻ തുടങ്ങി. ആസുറയെ തനിക്ക് കിട്ടിയതുമില്ല. ആസുറയ്ക്ക് എന്ത് സംഭവിച്ചു? ഇനി അടുത്ത ഭാഗം നാളെ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.